തിരുവനന്തപുരത്ത് വാഹനം യു ടേൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടുറോഡിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവും തമ്മിൽ തർക്കം. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു തർക്കം. ഇരുവരും ശാസ്തമംഗലത്തെ റോഡിൽ പരസ്യ വാഗ്വാദത്തിലേർപ്പെട്ടത് 20 മിനിറ്റാണ്. മ്യൂസിയം പോലീസ് 2 പേർക്കെതിരെയും കസ്റ്റഡിയിലെടുത്തതിന് ശേഷം പരാതിയില്ലെന്ന് അറിയിച്ചതോടെ വിട്ടയച്ചു. ശാസ്തമംഗലത്ത് വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ബഹളം കേട്ട് ആളുകളൊക്കെ ഫോണുമെടുത്ത് ചുറ്റും കൂടി. യാത്രക്കാരായ ചിലരൊക്കെ സിനിമാ ഷൂട്ടിംഗ് എന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് കാര്യം മനസ്സിലായത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും KPCC അംഗം വിനോദ് കൃഷ്ണയുമാണ് നടുറോഡിൽ വാഗ്വാദത്തിലേർപ്പെട്ടത്. ശാസ്തമംഗലത്തുനിന്ന് വെള്ളയമ്പലം ഭാഗത്തേക്ക് പോവുകയായിരുന്നു മാധവ്. എതിർദിശയിൽ വരികയായിരുന്നു കോൺഗ്രസ് നേതാവ് വിനോദ്. ഇരുവരും കാറിലായിരുന്നു. യു ടേൺ തിരിയുന്നതിനിടെ വാഹനങ്ങൾ നേർക്കുനേർ വന്നു. രണ്ടുപേരും 1 ഇഞ്ച് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇതോടെ നടുറോഡിൽ വാഹനം നിർത്തി ഇരുവരും തമ്മിൽ വാക്കേറ്റമായി. കയ്യാങ്കളിയിലേക്ക് എത്തും മുമ്പ് മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തി. മാധവ് മദ്യപിച്ചാണ് വാഹനമോടിച്ച് പ്രശ്നമുണ്ടാക്കിയതെന്നും തനിക്ക് പരാതിയുണ്ടെന്നും വിനോദ് പോലീസിനോട് പറഞ്ഞു. പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് വിനോദാണെന്ന് മാധവും ആരോപിച്ചു. ഒടുവിൽ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ മാധവിനെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചു. മദ്യപിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെ പോലീസ് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചു. പിന്നാലെ മാധവും വിനോദും പരസ്പരം സംസാരിച്ച് പരാതിയും കേസും വേണ്ടെന്ന ധാരണയിലെത്തി. നടു റോഡിലെ തർക്കം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു. കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണെന്ന് മാധവ് ആരോപിച്ചെങ്കിലും നിസാര കാര്യത്തിനുണ്ടായ തർക്കത്തെ സോഷ്യൽ മീഡിയയടക്കം പരിഹസിക്കുകയാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.